അപ്പോൾ ഹിസ്റ്ററി ഈസ് പ്രോഗ്രസ് എന്നാണ്. ചരിത്രം പുരോഗതിയാണ്. പഴയ കാലത്തുള്ള സ്മരണകൾ മാത്രമല്ല, ചരിത്രം അനർഗളമായി മുന്നോട്ട് ഒഴുകുന്ന ഒരു മഹാനദിയാണ്. അപ്പം ചരിത്രത്തെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കാതെ പൊതുകാര്യം കൈകാര്യം ചെയ്യുന്നവർക്ക് ആ പ്രസ്ഥാനത്തോടോ സമൂഹത്തോടോ പൂർണ്ണമായി നീതി പുലർത്താൻ പറ്റില്ല. പഠിക്കുക എല്ലാവരും ഒബ്ജക്റ്റീവായി, വസ്തുനിഷ്ഠമായി, ഇഷ്ടാനിഷ്ടമില്ലാതെ വസ്തുതകൾ പഠിക്കുക. അദ്ദേഹം പറഞ്ഞത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ജനതാ പാർട്ടിയുമായി സഹകരിച്ച കാര്യമാണ്. അതിനകത്ത് ഇവരുണ്ടല്ലോ, അതാണ് അദ്ദേഹം പറഞ്ഞത്. ആ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ താത്വികമായ തെറ്റുകളൊന്നുമില്ല. അന്നേരം എന്തിനാ പറഞ്ഞതെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇപ്പം പറഞ്ഞതിനെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ അഭിപ്രായം പറഞ്ഞു. മറ്റു കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. അത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യം. ആ സമയത്ത് പറഞ്ഞത് എന്തിനാണെന്ന് നമുക്കറിയില്ല. പക്ഷെ പറഞ്ഞത് താത്വികമായ തെറ്റുകളൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ജയപ്രകാശ് നാരായണൻ രൂപീകരിച്ച് ജനതാ പാർട്ടിക്കകത്ത് സോഷ്യലിസ്റ്റുകാരും RSSകാരും BJPക്കാരും എല്ലാം ഉണ്ടല്ലോ. CPM-കാരില്ല, അതിനകത്തില്ല. CPI ഇല്ല, അവർ ഭരണകക്ഷിയാണ് കേരളത്തിൽ, കോൺഗ്രസ് പാർട്ടിക്കാർ. അതിനകത്ത് വലിയ വിവാദത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല, താത്വികമായ ലംഘനങ്ങളൊന്നുമില്ല. അന്നേരം എന്തൊരു പറഞ്ഞു എന്നുള്ളത് എനിക്കറിയത്തില്ല. അത് വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല. ബേബി ഇന്നലെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഞാൻ ടെലിവിഷൻ കണ്ടല്ലോ, അതൊന്നും തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമായില്ല. നിങ്ങൾ കണ്ടില്ലേ? ബേബി പറഞ്ഞത് പത്രത്തിൽ കണ്ടല്ലേ? പത്രം വായിക്കാൻ പോണേ ഉള്ളൂ. പത്രം വായിച്ചിരുന്നു, രാവിലെ സാധാരണ വായിക്കുന്നു. അതൊരു ചർച്ചാ വിഷയമല്ല. ഇപ്പം ആ സമയത്ത് പറഞ്ഞത് എന്തിനാണെന്ന് നമുക്കറിയില്ല. പക്ഷെ പറഞ്ഞത് താത്വികമായ തെറ്റുകളൊന്നുമില്ല.